യു പിയിൽ പശുക്കടത്തിനൊപ്പം തന്നെ മനുഷ്യരെയും ഇല്ലായ്മ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ മുഴുവൻ സമാധാനവും പശുക്കടത്ത് മാത്രമല്ല, മനുഷ്യരെ പോലും തകർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു കടന്നുകയറ്റമല്ലേ നടത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും സാർ, ഈ നമ്മൾ സാധാരണ യു പിയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഇവിടെ നമ്മൾ വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കും. ഉടനെ ഹർത്താൽ പ്രഖ്യാപിക്കും, മെഴുകുതിരി കത്തിക്കും, റാലി, ദൃഢപ്രതിജ്ഞ. മുഖ്യമന്ത്രി ഉടനെ അവിടെ പോകുന്നു, 10 ലക്ഷം രൂപ ഖജനാവിൽ നിന്നെടുത്ത് സംഭാവന ചെയ്യുന്നു. നമുക്കറിയാം അല്ലെ, നിരവധി സംഭവങ്ങളിൽ ഈ എന്തിനു പറയുന്നു, അങ്ങ് തുർക്കിയിൽ ഭൂകമ്പം നടന്നപ്പോൾ തുർക്കി എംബസിയിൽ കൊണ്ടുപോയി പണം കൊടുക്കാൻ ശ്രമിച്ച ആളാണ് നമ്മുടെ മുഖ്യമന്ത്രിയും കേരളത്തിന്റെ ഭരണകൂടവും. പക്ഷേ യു പിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അവർ അങ്ങനെയല്ല കാണുന്നത്. കാഴ്ചയിൽ ഒരു പക്ഷപാതിത്വമുണ്ട്. അതായത് ഒരു വശം മാത്രമേ കാണുകയുള്ളൂ, മറുവശത്ത് നടക്കുന്നത് എന്താണെന്ന് അന്വേഷിക്കില്ല. നമുക്കറിയാം, യു പിയിൽ പലപ്പോഴും പണ്ട് അഖലാഖ് എന്ന് പറയുന്ന ഒരാളിനെ ആൾക്കൂട്ടം മർദ്ദിച്ചു കൊന്നു. അതിന്റെ കാരണം ഈ അഖലാഖിന്റെ വീട്ടിലെ ഫ്രിഡ്ജിൽ പശുമാംസം സൂക്ഷിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഈ പശുമാംസം സൂക്ഷിച്ചിരുന്നത് ആളിനെ ആൾക്കൂട്ടം ആക്രമിച്ചു തല്ലിക്കൊന്നു. അത് വലിയ ഈ അഖലാഖ് ഒരു മുസ്ലിം ആയതുകൊണ്ട് തന്നെ അത് വലിയ രീതിയിൽ പ്രചരിപ്പിക്കപ്പെട്ടു. രാജ്യം മുഴുവനും വലിയ കോലാഹലമായിരുന്നു. അപ്പോൾ പോലീസ് കേസ് അന്വേഷിച്ചു, അതിൽ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്തു, ആ കാര്യങ്ങളൊക്കെ നടന്നു. ഈ അഖലാഖിന്റെ വീട്ടിൽ പശുമാംസം സൂക്ഷിച്ചതിന് അവിടെ മാംസം ഭക്ഷിക്കുന്ന വേറെ ആൾക്കാരുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഈ പശുമാംസം സൂക്ഷിച്ചു, ആ സൂക്ഷിച്ചതിന് എന്തുകൊണ്ട് ഇവർ തല്ലിക്കൊന്നു എന്നൊരു ചോദ്യമുണ്ട്. അവിടെ പശു എന്ന് പറയുന്നത് കർഷകന്റെ ജീവിതത്തിലെ ഒഴിച്ചുകൂടാനാകാത്ത ഒരു ഘടകമാണ്, അവിഭാജ്യ ഘടകമാണ് പശു. യു പി, ബീഹാർ, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ അങ്ങനെയാണ്. നമ്മളിവിടെ പശുവിനെ നമ്മൾ ഒരു ആഹാര പദാർത്ഥമായിട്ടാണ് കാണുന്നത്. പക്ഷെ അവിടെ അങ്ങനെയല്ല. അവരെ സംബന്ധിച്ച് പശു അവരുടെ ദൈനംദിന ജീവിതത്തിൽ അവരുടെ വരുമാനത്തിൻ്റെ, അവരുടെ സമ്പത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ആ ഗോവധ നിരോധനം നിലവിലുള്ള ഒരു നാടാണ്. അവിടെ ഇത് ചെയ്തപ്പോൾ അവർ അതിശക്തമായിട്ട് പ്രതികരിച്ചു. അവിടെ സാധാരണ ഈ പശു മോഷ്ടാക്കൾ ധാരാളമുണ്ട്. അവർ ഈ പശുവിനെ വന്നിങ്ങനെ കടത്തിക്കൊണ്ടുപോകും. കർഷകന്റെ ഒരു പാവപ്പെട്ടവന്റെ വീട്ടിലെ ഈ പാല് ആ പശുവിൽ നിന്ന് കിട്ടുന്ന പാല് വിറ്റായിരിക്കും അവന്റെ ഉപജീവന മാർഗമാണത്. കൃഷിയും കന്നുകാലി പരിപാലനവും ഒക്കെയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് ആ പശുവിനെ അല്ലെങ്കിൽ അവന്റെ വീട്ടിൽ വളർത്തുന്ന കാളയെയൊക്കെ ഈ മോഷ്ടാക്കൾ അപഹരിക്കുമ്പോൾ അത് അവനെ സംബന്ധിച്ച് വലിയ ഗതികേടിലേക്ക് കൊണ്ടെത്തിക്കും. അവിടെ നാട്ടുകാർ ഇളകും. ഇത് പലരുടെയും ഇങ്ങനെ ഈ തരത്തിൽ അവരുടെ വീട്ടിൽ വളർത്തുന്ന പശുക്കളെയും കന്നുകാലികളെയും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗ്രാമീണർ സംഘടിച്ച് പശുക്കടത്തുകാരെ കയ്യിൽ കിട്ടിയാൽ കൈകാര്യം ചെയ്യും. അത് ഇപ്പോഴല്ല, വളരെ പണ്ട് മുതലേ ഉള്ളൊരു കാര്യമാണ്. അത് യു പിയിലും ബീഹാറിലും രാജസ്ഥാനിലും ഗുജറാത്തിലും ഒക്കെ അങ്ങനെയാണ് ഗ്രാമങ്ങളിൽ. ഇവിടെ ഇപ്പോൾ നടന്നിരിക്കുന്നത് ലക്നൗ നിന്നാണ് ആ വാർത്ത വരുന്നത്. അവിടെ ഒരു നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറായ ഒരു വിദ്യാർത്ഥിയെ പശുക്കടത്തുകാർ തല്ലിക്കൊന്നു എന്നാണ്. ഇത് പശുവിനെ മോഷ്ടിച്ചുകൊണ്ട് പോകാൻ 2 വാഹനങ്ങളിലായിട്ട് ഒരു സംഘം എത്തി. അവർ പശുവിനെ, ഒരു വീട്ടിലുണ്ടായിരുന്ന പശുവിനെ അഴിച്ച് പതുക്കെ വണ്ടി കയറ്റി കൊണ്ടുപോവുകയായിരുന്നു. ഇതിനിടയ്ക്ക് എങ്ങനെയോ ശബ്ദം കേട്ട് വീട്ടുകാർ ഉണർന്ന് അവർ ബഹളം കൂട്ടി. നാട്ടുകാരെല്ലാം സംഘടിച്ചെത്തി ഇതിന് പുറകെ ഇത് തടയാൻ വേണ്ടി പോയി. അതിൽ ഈ വാഹനം തടയാൻ ശ്രമിക്കുന്നതിനിടയ്ക്ക് ഈ 19 വയസ്സുള്ള നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥി ദീപക് ഗുപ്ത അവരുടെ കയ്യിൽപ്പെട്ടു, ഈ പശുക്കടത്തുകാരുടെ കയ്യിൽപ്പെട്ടു. അവർ ഈ ദീപകിനെ മാരകമായിട്ട് തലയ്ക്ക് മുറിവേൽപ്പിച്ചു എന്നാണ് പറയുന്നത്. പ്രഹരിച്ച് തലയ്ക്ക് മുറിവേൽപ്പിച്ചു. എന്നിട്ട് വണ്ടിയിൽ നിന്ന് വലിച്ചു പുറത്തേക്ക് എറിഞ്ഞു. നാട്ടുകാർ ഈ കുട്ടിയെ വളരെ പെട്ടെന്ന് തന്നെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും 4 മണിക്കൂറിനുള്ളിൽ ആ കുട്ടി മരിച്ചു. നാട്ടുകാരാകെ രോഷാകുലരായി. അവർ ഈ പശുക്കടത്തുകാരുടെ ഒരു വാഹനം അവിടെ ഉപേക്ഷിക്കപ്പെട്ടിരുന്നു. ആ വാഹനത്തിന് തീയിട്ടു. ഇപ്പോൾ യോഗി ആദിത്യനാഥ് വളരെ പെട്ടെന്ന് തന്നെ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പോലീസ് വളരെ കൃത്യമായിട്ട് നടപടിയെടുക്കും എന്ന് അദ്ദേഹം ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ സംഭവം, ഈ 19 വയസ്സുകാരൻ നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഒരു വിദ്യാർത്ഥിയെ
പശുക്കടത്തുകാർ മർദ്ദിച്ചു കൊന്നു എന്നുള്ള വാർത്ത നമ്മുടെ നാട്ടിൽ ഒരു വിഷയമേ അല്ല. തിരിച്ച് ഏതെങ്കിലും ഒരു പശുക്കടത്തുകാരനെയാണ് ഇതുപോലെ മർദ്ദിച്ചു കൊന്നതെങ്കിൽ അതിവിടെ വലിയ വാർത്തയാകും. അയ്യോ, യു പിയിൽ ഹിന്ദുത്വ വർഗീയത, ഭീകര താണ്ഡവം, ഹിന്ദു ഭീകരത എന്നൊക്കെ പറഞ്ഞ് അത് വലിയ രീതിയിൽ വാർത്തയാക്കും. ഇന്ന് മാത്രമല്ല, മെഴുകുതിരി കത്തിക്കല്, ഹാഷ്ടാഗ് ഇടല്, വലിയ വലിയ കോലാഹലങ്ങൾ നമ്മുടെ നാട്ടിൽ അരങ്ങേറും. പക്ഷേ ഇപ്പോൾ ഒരു പാവപ്പെട്ട ഒരു വിദ്യാർത്ഥി, 19 വയസ്സുകാരൻ, നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥി അതിക്രൂരമായി കൊല്ലപ്പെട്ടിട്ടും നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളൊന്നും തന്നെ അത് ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതിൽ നിന്ന് നമുക്ക് കേരളത്തിന്റെ ഇരട്ടത്താപ്പ് മനസ്സിലാക്കാം. ഇവിടുത്തെ രാഷ്ട്രീയത്തിന്റെ ഇരട്ടത്താപ്പ് നമുക്ക് മനസ്സിലാക്കാം. അപലപിക്കുകയാണെങ്കിൽ എല്ലാ വിഷയങ്ങളെയും ഒരുപോലെ അപലപിക്കണം, അല്ലെ? ഈ നമുക്ക് അറിയാം, ഹരിയാനയിൽ ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്ന 2 പേർ തമ്മിൽ തർക്കത്തിൽ ഏർപ്പെട്ട് സീറ്റിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ ഒരു കുട്ടി എന്നുദ്ദേശിക്കുന്നത് തീരെ കുട്ടിയല്ല, ഒരു 10-20 വയസ്സിനടുത്ത് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനെ മറ്റേയാൾ മർദ്ദിച്ചു കൊന്നു. നമ്മുടെ പിന്നെ മുഖ്യമന്ത്രിയും കൂട്ടരും എന്താണ് പറഞ്ഞത്? സഞ്ചാര സ്വാതന്ത്ര്യമില്ല ഉത്തരേന്ത്യയിൽ. ഇത് ഹരിയാനയിലാണ് നടന്നത്. സഞ്ചാര സ്വാതന്ത്ര്യമില്ല, അവിടെ മുസ്ലിങ്ങളെ തല്ലിക്കൊള്ളുന്നു, ഹിന്ദു ഭീകരത അഴിഞ്ഞാടുന്നു, RSSന്റെ തേർവാഴ്ച. എന്തൊക്കെ? RSSും ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല. ഈ പറഞ്ഞതുപോലെ സീറ്റ് തർക്കത്തെ ചൊല്ലി ഉണ്ടായ വാഗ്വാദം, പിന്നെ അത് അടിപിടിയായി, സംഘർഷമായി, ഒരാൾ അടിച്ചു, മറ്റേയാൾ മരിച്ചു. തീർച്ചയായിട്ടും അത് കുറ്റം തന്നെയാണ്. ആ കുറ്റവാളിയെ അറസ്റ്റ് ചെയ്തു, പോലീസ് നിയമ നടപടികളിലേക്ക് പോയി, ഒക്കെ നടന്നു, അതിന്റെ മറ്റു കാര്യങ്ങളെല്ലാം നടന്നു. പക്ഷെ അതിനെ ഇവിടെ കേരളത്തിൽ എങ്ങനെയാണ് അവതരിപ്പിച്ചത്? ഉത്തരേന്ത്യയിൽ മുസ്ലിങ്ങളെ തല്ലിക്കൊല്ലുന്നു, സീറ്റിൽ ഇരുന്നത് ചോദ്യം ചെയ്തു എന്നാണ്. എത്ര നിരുത്തരവാദപരമായിട്ടാണ് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ പോലും ആ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. പല വാർത്തകളും ഇപ്പൊ നമുക്കറിയാം, ഗാസയിൽ നിന്ന് വരുന്ന വാർത്തകൾ പലതും അസത്യമാണ്. ഇത് ഈ അടുത്ത കാലത്ത് ഈ യുക്തിവാദികളുടെ സംഘടനയുണ്ട്, ലിറ്റ്മസ്. അവരുടെ ഒരു യോഗത്തിൽ നമ്മുടെ പ്രധാനപ്പെട്ട ചില മാധ്യമ പ്രവർത്തകരെ വിളിച്ചു. മാതൃഭൂമിയിലെയും മറ്റുമൊക്കെയുള്ള പ്രധാനപ്പെട്ട ആൾക്കാരെ വിളിച്ചു. ഇതിനെക്കുറിച്ചൊരു സംവാദം വെച്ചു. നമ്മുടെ മാധ്യമ പ്രവർത്തകർ കത്തിക്കയറി, ഗാസയിൽ പിഞ്ചു കുഞ്ഞുങ്ങളെ നിഷ്കരുണം കൊല്ലുന്നു, ചുട്ടു തിന്നുന്നു, ഇസ്രയേലിന്റെ അതിക്രൂരത, പിന്നെ ജൂതന്മാരുടെ നരനായാട്ട് എന്നൊക്കെ പറഞ്ഞാണ് അവർ ഓരോ സംഭവങ്ങൾ ഊന്നി പറഞ്ഞു. ഒരാശുപത്രിയിൽ 6 കുട്ടികൾ മരിച്ചിരിക്കുന്നു, ആംബുലൻസിന് നേരെ മിസൈൽ അയച്ചതാണ് എന്ന്. അത് ലിറ്റ്മസുകാരെ അതിന്റെ രേഖാമൂലമുള്ള, ഇത് പറയുന്നത് BJP RSS ഒന്നുമല്ല, യുക്തിവാദികളും നിരീശ്വരവാദികളുമാണ്. അവർ BJP RSSനെയൊക്കെ നഖശികാന്ത എതിർക്കുന്നവരാണ്. അവർ തെളിവ് സഹിതം ഈ വാർത്ത തെറ്റാണെന്ന് തെളിയിച്ചു. അതായത് ആംബുലൻസിൽ രക്ഷപ്പെടാൻ ശ്രമിച്ച ഭീകരന്മാരെ, ഹമാസ് ഭീകരന്മാരെ ഇസ്രയേൽ കൃത്യമായിട്ട് മിസൈൽ അയച്ച് വകവരുത്തി. അതാണ് ചിത്രീകരിക്കപ്പെട്ടത്. 6 കുട്ടികളെ, ഈ 6 കുട്ടികൾ ആശുപത്രിക്കുള്ളിലായിരുന്നു. അവർ ജനിച്ചപ്പോൾ തന്നെ അവർക്ക് പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ 6 കുട്ടികളും മരിച്ചുപോയി. ആ മരിച്ചുപോയ കുട്ടികളുടെ മൃതദേഹങ്ങൾ പിഞ്ചു കുഞ്ഞുങ്ങളുടെ മൃതദേഹം നിരത്തി കിടത്തി ഫോട്ടോ എടുത്തിട്ടാണ് പ്രചരിപ്പിക്കുന്നത്. ഈ പിഞ്ചു കുട്ടികൾ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഇങ്ങനത്തെ 100 നുണകൾ ഇനി ഒരുപാട് പറയാനുണ്ട്. ഇതുപോലെയാണ് UP വിഷയവും ഹരിയാനയിലെ വിഷയവും ഉത്തരേന്ത്യയിലെമ്പാടും നടക്കുന്ന വിഷയങ്ങളെ കേരളത്തിൽ അവതരിപ്പിക്കുന്നത്. കേരളത്തിലെ മാധ്യമങ്ങൾ, കേരളത്തിലെ വലിയൊരു വിഭാഗം രാഷ്ട്രീയ പാർട്ടികൾ, രാഷ്ട്രീയ നേതാക്കൾ ഒക്കെ ഇത്തരത്തിൽ ഇത് വിശ്വസിച്ച് അല്ലെങ്കിൽ ഇതിനെ തങ്ങളുടെ നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് സത്യമാണ്. ഇത് വിശ്വസിച്ച് പ്രചരിപ്പിക്കുന്നു. അത് കേരളത്തിൽ ഉണ്ടാക്കുന്ന ഒരു സംഘർഷ സാധ്യത വളരെ വലുതാണ്. നമ്മൾ തീക്കൊള്ളി കൊണ്ട് തല ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പുറത്ത് മറുവശത്ത് സത്യം കാണാൻ ശ്രമിക്കുന്നുമില്ല. ഈ പശുമോഷ്ടാക്കൾ കൊല്ലുന്ന ആൾക്കാരെ കുറിച്ച്, ആ പാവപ്പെട്ടവരെ കുറിച്ച് ഒരക്ഷരം പറയാൻ നമ്മൾ തയ്യാറാകുന്നുമില്ല. ഈ ഇരട്ടത്താപ്പ് കേരളത്തിന് നല്ലതല്ല.
ഇത് കേരളത്തിന് വലിയ ദോഷം ചെയ്യും. കേരളത്തിലെ മാധ്യമങ്ങൾ അടക്കമുള്ളവർ, രാഷ്ട്രീയ നിരീക്ഷകർ അടക്കമുള്ളവർ, രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ഒരു പുനർവിചിന്തനം നടത്തേണ്ടത് ആവശ്യമാണ്. അല്ലാത്ത പക്ഷം കേരളം നമ്മുടെ രാജ്യത്ത് ഭാരതത്തിൽ നിന്ന് ഏകപക്ഷീയമായി ഒറ്റപ്പെട്ടു പോവും. അത് നമുക്കുണ്ടാക്കാൻ പോകുന്ന ദുരിതം ചെറുതായിരിക്കില്ല.